നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ഭാവയാമി രഘുരാമം എന്ന കൃതി പാടി അതിൻ്റെ അർത്ഥതലം വിവരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഓരോ വീഡിയോയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബാലകാണ്ഡ പാടി അതിൻ്റെ അർത്ഥതലമാണ് വിവരിച്ചത്. ഇന്ന് പാടി അർത്ഥതലം വിവരിക്കുന്നത് അയോധ്യാകാണ്ഡത്തിൻ്റെയാണ്. അപ്പോൾ ഇത് ധന്യാസി രാഗത്തിലാണ് ഈ ഭാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം നമുക്കൊന്ന് പാടി നോക്കാം. വിഹതാഭിഷേകമധ വിപിനഗതമാര്യവാച വിഹതാഭിഷേകമധ വിപിനഗതമാര്യവാച സഹിത സീതാ സൗമിത്രിം ശാന്തതമശീലം സഹിത സീതാ സൗമിത്രിം ശാന്തതമശീലം ഗുഹനിലയ ഗതം ചിത്ര കൂടാഗത ഭരതദത്ത ഗുഹനിലയ ഗതം ചിത്ര കൂടാഗത ഭരതദത്ത മഹിതരത്നമയ പാദുകം മദന സുന്ദരാംഗം മഹിതരത്നമയ പാദുകം മദന സുന്ദരാംഗം നിസഗ മപഗ മപ നിസ റിസരി നിസ പദ പഗ റിസ നിസഗ മപഗ മപ നിസ റിസരി നിസ പദ പഗ റിസ നിസഗ മപഗ മപ നിസ പ നിസ ഗരി സ നിധ പ നിസ ഗരി സദ ഗരി സദ സദ ഗരി നിധ മഗരി സദ ഭാവയാമി രഘുരാമം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാണ്ഡം, അയോധ്യാകാണ്ഡം, ധന്യാസി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ അയോധ്യാകാണ്ഡത്തിൻ്റെ സംക്ഷിപ്തമാണല്ലോ നമ്മളിപ്പോൾ പാടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥതലം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുക. പട്ടാഭിഷേകത്തിന് വിഘ്നം വന്നത് കാരണം പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വനത്തിലോട്ട് പ്രവേശിച്ചവനും സീതാലക്ഷ്മണന്മാരോടുകൂടി അവിടെ താമസിച്ചവനും, അതായത് വനത്തിൽ തന്നെ താമസിച്ചവനും, അതിശാന്ത സ്വരൂപനും ഗുണസ്വരൂപനും ഗുഹനിലയത്തെ പ്രാപിച്ചവനും, ചിത്രകൂടത്തിൽ വന്ന ഭക്താഗ്രേസരനായ അനുജൻ ലക്ഷ്മണന് സ്വർണ്ണഖചിതമായ സ്വർണങ്ങൾ പതിച്ച തൻ്റെ പാദുകങ്ങളെ നൽകിയവനും, കാമദേവനെ പോലെ അതിസുന്ദരനുമായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥതലം. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം ആരണ്യകാണ്ഡമാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീതപരമായിട്ടുള്ള കൂടുതൽ പുത്തൻ അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.